കുല്ലി മുസ്ലിമിൻ വമുസ്ലിമത്തിൻ തഅല്ലുമു സലാസി ഹാദിഹിൽ മസായിലി വൽ അമലു ബിഹിന്ന. ഷെയ്ഖ് പറയാണ്, ഇഅ്ലം, നീ അറിയണം, അള്ളാഹു നിനക്ക് കരുണ ചെയ്യട്ടെ. എന്താണ് അറിയേണ്ടത്? അന്നഹു യജിബു അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമ, ഓരോ മുസ്ലിം ആണിനും പെണ്ണിനും നിർബന്ധമാണ് തഅല്ലുമു സലാസി ഹാദിഹിൽ മസാഇൽ, ഈ 3 മസ്അലകൾ, പറയാൻ പോകുന്ന 3 മസ്അലകൾ അറിയൽ, പഠിക്കൽ നിർബന്ധമാണ്. അതുപോലെ വൽ അമലു ബിഹിന്ന, അതനുസരിച്ച് അമൽ ചെയ്യലും, അതനുസരിച്ചുകൊണ്ട് അമൽ ചെയ്യലും നിർബന്ധമാണ്. ഏതാണ് ആ 3 കാര്യങ്ങൾ? അതിലെ ഒന്ന്, അൽ ഊല, ഒന്നാമത്തേത്, അന്നല്ലാഹ ഖലഖന, അല്ലാഹു സുബ്ഹാനഹു വ തആല തീർച്ചയായും അവനാണ് നമ്മെ സൃഷ്ടിച്ചത് എന്നറിയണം. അല്ലാഹുവാണ് നമ്മെ സൃഷ്ടിച്ചത്. അതുപോലെ വ റസഖന, നമുക്ക് അന്നം തരുന്നതും അല്ലാഹുവാണ്. അതുപോലെ തന്നെ വലം യത്റുക്ന ഹമല, ഒരു ലക്ഷ്യവുമില്ലാതെ അള്ളാഹു നമ്മെ ഒഴിവാക്കിയിട്ടില്ല. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു, അള്ളാഹു നമുക്ക് അന്നം തരുന്നു. ആ അള്ളാഹു ഒരു ലക്ഷ്യവുമില്ലാതെ നമ്മൾ എന്താക്കിയിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല, ഒഴിച്ചു വിട്ടിട്ടില്ല. ബൽ അർസല ഇലൈന റസൂലൻ, പിന്നെ എന്താണ് അള്ളാഹു ചെയ്തത്? നമ്മളിലേക്ക് അള്ളാഹു തആല പ്രവാചകനെ അയച്ചു തരികയാണ് ചെയ്തത്. എന്നിട്ട് ഫമൻ അത്താഅഹു അദ്ഖലൽ ജന്ന, ആരെങ്കിലും ആ പ്രവാചകന് വഴിപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. വമൻ അസാഹു ദഖലൻ നാർ, ആരെങ്കിലും ആ പ്രവാചകന് തെറ്റ് ചെയ്യുകയാണെങ്കിൽ അവൻ നരകത്തിലും പ്രവേശിക്കും എന്ന് അദ്ദേഹം നമ്മോട് ആദ്യത്തേത് പറഞ്ഞു. ഒന്നാമത്തെ അറിയേണ്ട മസല എന്താണ്? അള്ളാഹു ആണ് നമ്മെ സൃഷ്ടിച്ചത്, അല്ലെ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പല ആയത്തുകളിലായി ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഹുവല്ലദീ ഖലഖകും മിൻ തീനിൻ സുമ്മ ഖളാ അജലൻ വ അജലുൻ മുസമ്മൻ ഇൻദഹു സുമ്മ അൻതും തംതറൂൻ, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, കളിമണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു, എന്നിട്ട് നിശ്ചിത അവധി നിങ്ങൾക്ക് അല്ലാഹു നൽകി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വലഖദ് ഖലഖനാകും സുമ്മ സവ്വർനാകും, തീർച്ചയായും നാം ആണ് നിങ്ങളെ സൃഷ്ടിച്ചത്, നാം ആണ് നിങ്ങളെ രൂപപ്പെടുത്തിയത്. വലഖദ് ഖലഖനൽ ഇൻസാന മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ, കൊട്ടിയാൽ ഒച്ചയുണ്ടാക്കുന്ന രൂപത്തിലുള്ള കണിമണ്ണിൽ നിന്ന് അല്ലാഹു തആല നാം നിങ്ങളെ സൃഷ്ടിച്ചു എന്ന് അല്ലാഹു പറഞ്ഞു. ഇങ്ങനെ നിരവധി ആയത്തിലൂടെ അല്ലാഹു തആല നമ്മെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ രണ്ടാമത് വ റസഖന, അല്ലാഹു ആണ് നമുക്ക് അന്നം നൽകുന്നത്. ആ അല്ലാഹു ആണ്, അല്ലാഹു നമ്മെ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, റസ്സാഖ്, അവൻ തന്നെയാണ് അന്നം തരുന്നവൻ എന്ന് അല്ലാഹു തആല വളരെ ശക്തിയായി പറഞ്ഞു. അതുപോലെ മറ്റുള്ള ആയത്തുകളിലൊക്കെ കാണാം, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദി അമ്മൻ യംലികുസ് സമഅ വൽ അബ്സാറ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിതി വയുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലൂന അല്ലാഹ്, നിങ്ങൾക്ക് ആരാണ് ഭക്ഷണം തരുന്നത് എന്ന് ചോദിച്ചാൽ അവരെന്ത് പറയും? അല്ലാഹു. ഒരു ചെറിയ കുട്ടിയായിരിക്കുന്ന മലക്കിനെ അല്ലാഹു തആല പറഞ്ഞയക്കും. അങ്ങനെ മലക്കിനെ പറഞ്ഞയച്ചിട്ട് 4 കാര്യങ്ങൾ എഴുതാൻ വേണ്ടി അല്ലാഹു മലക്കിനോട് കൽപ്പിക്കും. അതിൽ ഒന്നാണ് അവന്റെ റിസ്ക്. ആ ആളുടെ ജനിക്കാൻ പോകുന്ന ആൾക്ക് എത്ര റിസ്ക് കിട്ടും, ഭക്ഷണം കിട്ടും എന്നുള്ളതിനെ കുറിച്ച് എഴുതപ്പെടും. അവന്റെ അവധി, അവന്റെ പ്രവർത്തനം, അവൻ ഷഖിയാണോ നല്ലവനാണോ ചീത്തയാണോ എന്ന് എഴുതപ്പെടും. ഈ 4 കാര്യങ്ങൾ ഒരു മലക്കിനോട് അല്ലാഹു തആല പറയുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോ അല്ലാഹു ആണ് നമുക്ക് ഭക്ഷണം തരുന്നത്. എന്നിട്ട് അല്ലാഹ് പറഞ്ഞു, ആ പണ്ഡിതന്റെ ഇമാം പറഞ്ഞു, വലം യത്റുക്നാ ഹമല, അല്ലാഹു നമ്മളെ എന്താക്കിയില്ല, വെറുതെ വിട്ടില്ല. അല്ലാഹു മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് അല്ലാഹു അവരെ
കളിക്കാനോ അങ്ങനെ വെറുതെ അവരെ വിട്ടില്ല. പിന്നെയോ ബൽ അർസല ഇലൈന റസൂലൻ, അള്ളാഹു എന്ത് ചെയ്തു? പ്രവാചകനെ അള്ളാഹു തആല പറഞ്ഞയച്ചു. എന്നിട്ട് പറയാണ് ഫമൻ അത്താഅഹു ദഖലൽ ജന്ന, ആരെങ്കിലും ആ പ്രവാചകന് വഴിപ്പെടുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അതുപോലെ തന്നെ അള്ളാഹു തആല പറഞ്ഞു അത്തിയുല്ലാഹ വർ-റസൂല ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ അള്ളാഹുവിനും റസൂലിനും വഴിപ്പെടണം, നിങ്ങൾ കരുണയുള്ളവരാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പിന്നെ വമൻ യുതിഇല്ലാഹ വറസൂലഹു യുദ്ഖിൽഹു ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ വദാലികൽ ഫൗസുൽ അളീം, ആരെങ്കിലും അള്ളാഹുവിനും റസൂലിനും വഴിപ്പെടുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് അള്ളാഹു പറഞ്ഞു. വമൻ യുതിഇല്ലാഹ വറസൂലഹു വയഖ്ശല്ലാഹ വയത്തഖി ഫഉലൈക ഹുമുൽ ഫായിസൂൻ, അള്ളാഹുവിനെയും റസൂലിനെയും വഴിപ്പെടുന്നവർ, അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുന്നവർ, അവനെ കാക്കുകയും ചെയ്യുന്നവർ, അവരാണ് വിജയിച്ചവർ എന്ന് അള്ളാഹു പറഞ്ഞു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആര് ആ പ്രവാചകന് വഴിപ്പെട്ടുവോ അവൻ വിജയിച്ചു. വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അദീമ, ആര് അള്ളാഹുവിനും റസൂലിനും വഴിപ്പെടുന്നുവോ അവനാണ് വിജയിച്ചവൻ എന്ന് വിശുദ്ധ ഖുർആനിലൊക്കെ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വമൻ അസാഹു ദഖലന്നാർ, ആര് ആ പ്രവാചകന് തെറ്റ് ചെയ്തുവോ അവൻ നരകത്തിലും പ്രവേശിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ വമൻ യഅസില്ലാഹ വറസൂലഹു വയതഅദ്ദ ഹുദൂദഹു യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫീഹാ വലഹു അദാബുൻ മുഹീൻ, ഖുർആനിൽ അല്ലാഹു പറഞ്ഞു ആരെങ്കിലും അള്ളാഹുക്കും റസൂലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അവൻ നരകത്തിൽ പ്രവേശിക്കും. വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലൻ മുബീന, അള്ളാഹുവിനും റസൂലിനും ആരെങ്കിലും തെറ്റ് ചെയ്താൽ വലിയ പിഴപ്പിലാണ് അവൻ ഉള്ളത് എന്ന് പറഞ്ഞു. വമൻ യഅസില്ലാഹ വറസൂലഹു ഫഇന്ന ലഹു നാറ ജഹന്നമ ഖാലിദീന ഫീഹാ അബദ, അള്ളാഹുക്കും റസൂലിനും തെറ്റ് ചെയ്യുന്നവൻ നരകത്തിൽ ശോഷതമായിരിക്കും, എന്നും നരകത്തിലായിരിക്കും എന്നും ഖുർആനിൽ. ഇങ്ങനെ ധാരാളം ആയത്തുകളിലൂടെ അള്ളാഹു തആല പറഞ്ഞു പ്രവാചകന് ആര് വഴിപ്പെടുന്നുവോ അവൻ സ്വർഗത്തിലും, ആര് പ്രവാചകനെ ധിക്കരിക്കുന്നുവോ അവൻ നരകത്തിലുമാണ് എന്ന്. എന്താണ് അതിന് തെളിവ് അദ്ദേഹം പറയുന്നത്? അള്ളാഹു തആല പ്രവാചകനെ അയച്ചു എന്നുള്ളതിന് അള്ളാഹു തആല പറഞ്ഞു ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ ഷാഹിദൻ അലൈക്കും കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല ഫഅസാ ഫിർഔനു റസൂല ഫഅഖദ്നാഹു അഖദൻ വബീല. അള്ളാഹ് പറയാണ് ഇന്നാ അർസൽനാ ഇലൈക്കും റസൂലൻ, ഞാൻ നിങ്ങളിലേക്ക് പ്രവാചകനെ അയച്ചു. ഷാഹിദൻ അലൈക്കും, നിങ്ങൾക്ക് സാക്ഷിയായി ഞാൻ നിങ്ങളിലേക്ക് പ്രവാചകനെ അയച്ചു. ഏതുപോലെ? കമാ അർസൽനാ ഇലാ ഫിർഔന റസൂല, ഫിർഔനിന് റസൂലിനെ അയച്ചതുപോലെ. എന്നിട്ട് എന്താ പറഞ്ഞത്? ആ പ്രവാചകന് വഴിപ്പെട്ടാൽ സ്വർഗത്തില്, ആ പ്രവാചകനെ ധിക്കരിച്ചാൽ നരകത്തില്. അപ്പൊ എന്നിട്ട് അള്ളാഹ് ആയത്തിന്റെ ലാസ്റ്റ് പറഞ്ഞെന്താണ്? ഫഅസാ ഫിർഔനു റസൂല, ആ പ്രവാചകന് ഫിർഔൻ എന്ത് ചെയ്തു? തെറ്റ് ചെയ്തു, ധിക്കരിച്ചു പോയി. അങ്ങനെ ധിക്കരിച്ചപ്പോൾ ഫഅഖദ്നാഹു അഖദൻ വബീല, ആ ഫിർഔനെ നമ്മൾ എന്തായി? വലിയ പിടുത്തം പിടിച്ചു. അപ്പൊ പ്രവാചകനെ ആര് അംഗീകരിക്കുന്നുവോ അവൻ സ്വർഗത്തിലാണ്, പ്രവാചകനെ ആര് ധിക്കരിക്കുന്നുവോ അവൻ നരകത്തിലും ആണ് എന്ന്. ഇതാണ് ഒന്നാമത്തെ മസല. ഒന്നാമത്തെ മസല എന്താണ്? അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു, അള്ളാഹു നമുക്ക് ഭക്ഷണം നൽകുന്നു. അങ്ങനെ അള്ളാഹു നമ്മെ വെറുതെ ഒഴിവാക്കി വിട്ടില്ല, നമ്മൾക്ക് പ്രവാചകന്മാരെ അയച്ചു. ആ പ്രവാചകനെ ആര് അംഗീകരിക്കുന്നുവോ വഴിപ്പെടുന്നുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, ആ പ്രവാചകനെ ആര് ധിക്കരിക്കുന്നുവോ അവൻ നരകത്തിലും പ്രവേശിക്കും. ഇതാണ് ഒന്നാമത്തെ മസ്അല. രണ്ടാമത്തെ മസ്അല അന്നല്ലാഹ ലാ യർളാ അൻ യുശ്റക മഅഹു അഹദുൻ ഫീ ഇബാദത്തിഹി, അല്ലാഹു തആല തൃപ്തിപ്പെടുന്നില്ല അൻ യുശ്റക മഅഹു, അവനോട് കൂടെ പങ്കു ചേർക്കാൻ, അഹദുൻ ആരും, ഫീ ഇബാദത്തിഹി അല്ലാഹ്ക്ക് ആരാധിക്കുന്നതിൽ, അള്ളാഹുവിന്റെ ഇബാദത്തിൽ അള്ളാഹുവിനുള്ള ആരാധനയിൽ മറ്റൊരുത്തന് പങ്കാവാൻ അള്ളാഹു എന്താകുന്നില്ല? ഇഷ്ടപ്പെടുന്നില്ല, തൃപ്തിപ്പെടുന്നില്ല. ലാ മലക്കുൻ മുഖറബുൻ, അതൊരു മലക്കുനും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. വലാ നബിയുൻ മുർസലുൻ, ഒരു പ്രവാചകന് ഇബാദത്ത് കൊടുക്കാനും അള്ളാഹു എന്താകുന്നില്ല? ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ അള്ളാഹുവിന് കൊടുക്കേണ്ട ഇബാദത്തിൽ മറ്റൊരു വസ്തുവിനെ, മറ്റൊരു മലക്കിനെയോ പ്രവാചകനെയോ മറ്റു ഔലിയാക്കളെയോ ആരെയും എന്ത് ചെയ്യാൻ പാടില്ല? പങ്കു ചേർക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ളത് അല്ല. എന്താണ് അതിന്റെ തെളിവ്? അദ്ദേഹം പറയുന്നത്
അല്ലാഹു തആല പറഞ്ഞു വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. അള്ളാഹുവിന്റെ പള്ളികളെല്ലാം അള്ളാഹുവിനുള്ളതാണ്, അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് കൂടെ ആരെയും വിളിച്ചു തേടാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞു. കണ്ടോ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യത്തെ വിലക്കുന്നത്, പാടില്ല എന്ന് പറയുന്നത് ആ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതായിരിക്കും. അള്ളാഹു തആല നിങ്ങൾ ചെയ്യരുത് എന്ന് നമ്മോട് പറയുന്നത് ആ അള്ളാഹുവിന് ഒരിക്കലും അത് ഇഷ്ടമില്ലാത്തതായിരിക്കും. ഉദാഹരണത്തിന് ആയത്തുകളിൽ ധാരാളം നമുക്ക് കാണാൻ പറ്റും. അള്ളാഹു തആല പറഞ്ഞു, ഇൻ തക്ഫുറു ഫഇന്നല്ലാഹ ഗനിയ്യുൻ അൻകും വലാ യർളാ ലിഇബാദിഹിൽ കുഫ്റ വഇൻ തശ്റകൂ വഇൻ തശ്കുറൂ യർളഹു ലക്കും. കണ്ടോ, അള്ളാഹ് എന്താ പറഞ്ഞത്? വഇൻ തക്ഫുറു, നിങ്ങൾ നിഷേധിക്കുകയാണെങ്കിൽ, കാഫിറാവുകയാണെങ്കിൽ അള്ളാഹ് നിങ്ങളെ തൊട്ട് ആവശ്യമില്ലാത്തവനാണ്. നിങ്ങൾ അള്ളാഹുവിന് കുഫർ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുവിന് നിങ്ങൾ ആവശ്യമില്ല. എന്നാൽ വലാ യർളാ ലിഇബാദിഹിൽ കുഫർ, അള്ളാഹു കുഫറിനെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല? അടിമകൾക്ക്. അപ്പൊ അള്ളാഹു അടിമകൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് നിങ്ങൾ കുഫർ ചെയ്താൽ അള്ളാഹ്ക്ക് നിങ്ങൾ എന്തില്ല എന്ന് പറഞ്ഞത്? ആവശ്യമില്ല എന്ന് പറഞ്ഞത്. അപ്പൊ അള്ളാഹു ഒരു കാര്യത്തെ വിലക്കുകയാണെങ്കിൽ ആ കാര്യം അത് അള്ളാഹുവിന് തീരെ ഇഷ്ടമില്ലാത്തതാണ് എന്നർത്ഥം. അതുപോലെ മറ്റൊരായത്തിൽ ഇതേ രൂപത്തിൽ അള്ളാഹു പറഞ്ഞു, ഫഇൻ തർളൗ അൻഹും ഫഇന്നല്ലാഹ ലാ യർളാ അനിൽ ഖൗമിൽ ഫാസിഖീൻ. നിങ്ങൾ അവരെ തൃപ്തിപ്പെടുകയാണെങ്കിൽ, അഥവാ കുഫാറിനെ, അള്ളാഹുവിന്റെ ശത്രുക്കളെ, ഫാസിഖീങ്ങളായ ആളുകളെ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അള്ളാഹു ഫാസിഖീങ്ങളായ ആളുകളെ തൃപ്തിപ്പെടുന്നില്ല. അപ്പൊ അള്ളാഹു ഫാസിഖീങ്ങളെ തൃപ്തിപ്പെടാത്തത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഫാസിഖീങ്ങളെ നിങ്ങളും തൃപ്തിപ്പെടാൻ പാടുള്ളതല്ല. അതാണ് പറഞ്ഞത്. അള്ളാഹു ഒരു കാര്യത്തെ സംഗതി വിലക്കുകയാണെങ്കിൽ അള്ളാഹുവിന് ആ കാര്യം എന്തുണ്ടാവൂല? ഇഷ്ടമുണ്ടാവൂല. പിന്നെയോ അള്ളാഹു തആല പ്രവാചകന്മാരെ നമ്മളിലേക്ക് അയച്ചു, കിതാബിനെ പറഞ്ഞു തന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് പ്രവാചകനെ അയച്ചത്? കുഫാറിനോട് മുഹാറബ യുദ്ധം ചെയ്യാൻ വേണ്ടി, ഷിർക്കിനെ തുടച്ചു നീക്കാൻ വേണ്ടി, ഇത് രണ്ടും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ്. കുഫറും ഷിർക്കും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് അള്ളാഹു തആല പ്രവാചകന്മാരെ എന്താക്കിയത്? പറഞ്ഞയച്ചത്. അതല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഗളബുണ്ടാകുന്ന, അള്ളാഹുവിന്റെ ദേഷ്യമുണ്ടാകുന്ന ഷിർക്ക് അവനിൽ നിന്ന് ഒരിക്കലും വന്നുകൂടാൻ പാടില്ലാത്തതാണ്. കാരണം ഷിർക്ക് വളരെ വലിയ പാപമാണ്, അള്ളാഹു ഒരിക്കലും പൊറുക്കാത്ത തെറ്റാണ്. അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു തആല ഷിർക്ക് ആർക്കും പുറത്തു കൊടുക്കൂല. ബാക്കി അവൻ ചെയ്ത തെറ്റുകളൊക്കെ അള്ളാഹു തആല ഇഷ്ടമുള്ള ആളുകൾക്ക് അള്ളാഹു എന്ത് ചെയ്തു കൊടുക്കും? പുറത്തു കൊടുക്കാൻ സാധ്യതയുണ്ട് എന്ന് അള്ളാഹു പറഞ്ഞു. കണ്ടോ, ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിദ്ദാലിമീന മിൻ അൻസാർ. ആരെങ്കിലും അള്ളാഹുവിന് ശിർക്ക് ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അവന് സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു, ഹറാമാക്കിയിരിക്കുന്നു. അവന്റെ അഭയകേന്ദ്രം നരകം മാത്രമാണ്. അക്രമകാരികളായ ആളുകൾക്ക് സഹായം ഉണ്ടാകുകയില്ല എന്ന് അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു. അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ലഖിയല്ലാഹ ലാ യുശ്രികു ബിഹി ഷൈഅൻ ദഖലൽ ജന്ന വമൻ ലഖിയഹു യുശ്രികു ബിഹി ഷൈഅൻ ദഖലൻ നാർ. ആര് അള്ളാഹുവിനെ ഷിർക്ക് ചെയ്യാതെ കണ്ടുമുട്ടുന്നുവോ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. ആര് അള്ളാഹുവിനെ ഷിർക്ക് ചെയ്തുകൊണ്ട് കണ്ടുമുട്ടുന്നുവോ അവൻ നരകത്തിലും പ്രവേശിക്കും. അപ്പോ രണ്ടാമത്തെ മസ്അല നാം മനസ്സിലാക്കേണ്ടത് എന്താണ്? അള്ളാഹു തആല അള്ളാഹുവിനുള്ള ആരാധനയിൽ ഒരാളെയും പങ്കു ചേർക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അതൊരു മലക്കിനും ഇബാദത്ത് പറ്റൂല, പ്രവാചകനും ഇബാദത്ത് ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അതിന് തെളിവ് പറഞ്ഞത് വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികളെല്ലാം അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിന്റെ കൂടെ നിങ്ങൾ മറ്റൊരുത്തനെ വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്നുള്ളതാണ്. മൂന്നാമത്തെ മസ്അല അന്ന മൻ അതാഅ റസൂല വവഹദ അല്ലാഹ ലാ യജൂസു ലഹു മുവാലാതു മൻ ഹാദല്ലാഹ വറസൂലഹു. ആരെങ്കിലും അള്ളാഹു നിയോഗിച്ച പ്രവാചകന് വഴിപ്പെടുകയും
അള്ളാഹുവിനെ ഏകനാക്കുകയും ചെയ്ത് തൗഹീദുള്ളവനാവുകയും ചെയ്താൽ പിന്നീട് അവന് ഒരിക്കലും അനുവദനീയമല്ല കൂട്ടുകൂടൽ. അള്ളാഹുവിനോടും റസൂലിനോടും ശത്രുത വെക്കുന്നവരോട് കൂട്ടുകൂടാൻ പാടുള്ളതല്ല. വലാ എന്ന് പറയും. അതായത് അള്ളാഹുവിനെ വിശ്വസിക്കുകയും അള്ളാഹുവിന് തൗഹീദോടുകൂടെ വിശ്വസിക്കുകയും പ്രവാചകന് വഴിപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തി ആ അള്ളാഹുവിനോടും റസൂലിനോടും ശത്രുത വെക്കുന്നവരോട് എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, സ്നേഹം കൂടാൻ പാടില്ല, അവരോട് കൂട്ടുകൂടാൻ പാടുള്ളതല്ല. വലൗകാന അഖ്റബ ഖരീബിൻ, അത് ഏറ്റവും അടുത്ത കുടുംബക്കാരാണെങ്കിലും ശരി, കണ്ടോ, ആരാണെങ്കിലും ശരി അവരോട് ഒരിക്കലും കൂട്ടുകൂടാൻ പാടുള്ളതല്ല. ഇത് വലാ വറ എന്ന് പറയും. വലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകൂടുക, ബറ എന്ന് പറഞ്ഞാല് പിന്നെ ഒഴിവാവുക. ആരോടൊക്കെ കൂട്ടുകൂടാൻ പറ്റും, ആരോടൊക്കെ കൂട്ടുകൂടാൻ പറ്റുകയില്ല എന്നുള്ള പിന്നെ മസ്അലയാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദു ബിതാനത മിൻ ദൂനികും ലാ യഅലൂനകും ഖബാല. അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ യഹൂദ വൻ നസാറ ഔലിയാഅ ബഅദുഹും ഔലിയാഉ ബഅദ് വമൻ യതവല്ലഹു മിൻകും ഫഇന്നഹു മിൻഹും ഇന്നല്ലാഹ ലാ യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ ഔലിയ പറയാണ്. അതുപോലെ തന്നെ അള്ളാഹ് പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ ലദീന തഖദൂ ദീനകും ഹുസ്വൻ വലഇബൻ മിനല്ലദീന ഊതുൽ കിതാബ മിൻ ഖബ്ലികും വൽ കുഫാറ ഔലിയാഅ വത്തഖുല്ലാഹ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങളുടെ മതത്തെ കളിയാക്കുകയും തമാശയാക്കുകയും ചെയ്യുന്ന ജൂതന്മാരും അതുപോലെ തന്നെ സത്യനിഷേധികളായ കുഫാറുകളും അവരോട് നിങ്ങൾ കൂട്ടുകൂടരുതേ എന്ന് അല്ലാഹു തആല ഖുർആനിൽ പറയാണ്. അപ്പൊ ഒരു വിശ്വാസിയാണ് എന്നുണ്ടെങ്കിൽ പ്രവാചകനെ അംഗീകരിക്കുകയും അള്ളാഹുവിനെ അംഗീകരിക്കുകയും ചെയ്യുന്ന ആള് ആരോട് കൂട്ടുകൂടാൻ പാടുള്ളതല്ല? അള്ളാഹുവിന്റെ ശത്രുവിനോട്, പ്രവാചകന്റെ ശത്രുവിനോട് കൂട്ടുകൂടാൻ പാടുള്ളതല്ല. മറ്റൊരായത്തിൽ അല്ലാഹു തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തത്തഖിദു ആബാഅക്കും വ ഇഖ്വാനക്കും ഔലിയാഅ, നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെയും സഹോദരന്മാരെയും നിങ്ങളുടെ സഹായികളാക്കരുത്. എപ്പോൾ? ഇനിസ്തഹബ്ബുൽ കുഫ്റ, അവർ കുഫറിനെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലൽ ഈമാൻ, അവർ ഈമാനേക്കാൾ കുഫറിനെയാണ് ഇഷ്ടപ്പെടുന്നത് എങ്കിൽ നിങ്ങൾ അവരെന്ത് ചെയ്യാൻ പാടില്ല, അവരോട് നിങ്ങൾ മുവാലാത്ത് പാടുള്ളതല്ല, കൂട്ടുകൂടാൻ പാടുള്ളതല്ല എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു. അപ്പോ നേരത്തെ ഈ പറഞ്ഞ വിഷയത്തില് അദ്ദേഹം തെളിവായിട്ട് പറയുന്നത് ഇതാണ്. അല്ലാഹു തആലാന്റെ വാക്ക് എന്താണ്? അള്ളാഹിന്റെ വാക്ക്, ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹാദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും ഔ അബ്നാഅഹും ഔ ഇഖ്വാനഹും ഔ അശീറതഹും ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാന وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون. لا تجد قوما, ഒരു ജനതയെ താങ്കൾ എത്തിക്കുകയില്ല. എങ്ങനെയുള്ള ജനത? യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഒരു ജനത. യുവാദൂൻ, അവർ സ്നേഹം കാണിക്കുന്നവരായിട്ട് എത്തിക്കുകയില്ല. ആരോട്? മൻ ഹാദല്ലാഹ വറസൂലഹു, അള്ളാഹുവിനോടും അവന്റെ പ്രവാചകനോടും ശത്രുത പുലർത്തുന്നവനോട് സ്നേഹം കാണിക്കുന്നതായി നീ അവരെ എത്തിക്കുന്നതല്ല. വലൗകാനു, ആ അള്ളാഹുവിനോടും റസൂലിനോടും ശത്രുത വെക്കുന്നവർ ആണെങ്കിലും ശരി, ആബാഅഹും, അവരുടെ പിതാക്കന്മാരാണെങ്കിലും, ഔ അബ്നാഅഹും, മക്കളാണെങ്കിലും, ഔ ഇഖ്വാനഹും, അല്ലെങ്കിൽ സഹോദരങ്ങളാണെങ്കിലും, ഔ അശീറത്തഹും, അതല്ലെങ്കിൽ മറ്റു കുടുംബക്കാരാണെങ്കിലും, അങ്ങനെയുള്ള ആ അള്ളാഹുവിന്റെ ആളുകളെ കുറിച്ച് അള്ളാഹ് പറയാണ്, ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, അവരാണ് അവരുടെ ഹൃദയങ്ങളിൽ ഈമാൻ നിറച്ചുള്ള ആളുകൾ. അള്ളാഹു അവരെ മലക്കുകളുടെ സഹായത്താൽ അള്ളാഹു അവരെ ശക്തിപ്പെടുത്തും. അള്ളാഹു അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും അള്ളാഹു അവരെ തൃപ്തിപ്പെടുകയും ചെയ്യും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അവരാണ് അള്ളാഹുവിന്റെ പാർട്ടി, അള്ളാഹുവിന്റെ പാർട്ടി മാത്രമാണ് വിജയിച്ചവർ എന്നും അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞു. അപ്പൊ സുഹൃത്തുക്കളെ, ഈ പറഞ്ഞതിന്റെ അർത്ഥം അള്ളാഹുവും റസൂലും അവരോട് അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന ഒരാള് എന്ത് ചെയ്യാൻ പാടുള്ളതല്ല? അള്ളാഹിനോടും റസൂലിനോടും ശത്രുത പുലർത്തുന്നവരോടും സ്നേഹം കൂടാൻ പാടുള്ളതല്ല. അത് അവന്റെ കുടുംബക്കാരാണെങ്കിലും ശരി. അപ്പൊ വിശ്വാസം എന്ന് പറയുന്നത് തൗഹീദാണ്. ആ തൗഹീദിൽ നിന്ന് തെറ്റിയിട്ട്
നമ്മുടെ ആരാണെങ്കിലും ശരി, നമ്മുടെ യഥാർത്ഥ തൗഹീദിലല്ലാത്ത ആളുകളോട് കൂട്ടുകൂടുന്നത് പ്രയാസമാണ്. അള്ളാഹുവിനോടും റസൂലിനെയും ധിക്കരിക്കുന്ന ആളുകളോട് കൂട്ടുകൂടുന്നത് വളരെ പ്രയാസമാണ്. ഷിർക്ക് എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യമാണെന്ന് മനസ്സിലാക്കണം. കണ്ടോ? അതുപോലെ പിന്നെ قل إن كان آباؤكم وأبناؤكم وإخوانكم وأزواجكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. അള്ളാഹ് പറയാണ്, നിങ്ങളുടെ പിതാക്കന്മാര്, നിങ്ങളുടെ മക്കള്, നിങ്ങളുടെ സഹോദരങ്ങള്, നിങ്ങളുടെ ഇണകള്, നിങ്ങളുടെ കുടുംബക്കാര്, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സമ്പത്ത്, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ എന്ന് ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, അതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ടുണ്ടാക്കിയ നിങ്ങളുടെ വീട്, ഭവനങ്ങൾ, ഇതൊക്കെയാണ് നിങ്ങൾക്ക് അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ജിഹാദ് ചെയ്യുന്നതിനേക്കാളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം ഇതിനോടാണ് എങ്കിൽ ഫതറബ്ബസു, നിങ്ങൾ പ്രതീക്ഷിക്കണം. എന്ത്? അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വരുന്നതിനെ പ്രതീക്ഷിക്കണമെന്ന് അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞു. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അള്ളാഹു തആല ഒരിക്കലും ഫാസിഖീങ്ങളായ ആളുകളെ, തമ്മാടികളായ ആളുകളെ ഒരിക്കലും അള്ളാഹു തആല പൊരുത്തപ്പെടുന്നതല്ല, ഇഷ്ടപ്പെടുന്നതല്ല എന്നും അള്ളാഹു തആല പറഞ്ഞു. അപ്പോ വളരെ ഗൗരവമുള്ള ഒരു ആയത്താണ് ഈ ആയത്ത്. ശ്രദ്ധിക്കേണ്ട ആയത്താണ്. തൗഹീദാണ് മെയിൻ ജീവിതത്തിൽ. ഇപ്പൊ പറഞ്ഞ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു. അള്ളാഹുവാണ് നമുക്ക് ഭക്ഷണം തരുന്നത്. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചിട്ട് അള്ളാഹു എന്താക്കിയില്ല, നമ്മെ വെറുതെ വിട്ടില്ല. പിന്നെയോ അള്ളാഹു തആല നമുക്ക് പ്രവാചകനെ പറഞ്ഞയച്ചു. ആ പ്രവാചകന് ആര് വഴിപ്പെടുന്നുവോ അവനാണ് സ്വർഗത്തിൽ കടക്കുക. ആര് പ്രവാചകനെ ധിക്കരിക്കുന്നുവോ അവൻ എന്താവുകയും ചെയ്യും, നരകത്തിൽ കടക്കുകയും ചെയ്യും. അതാണ് ഒന്നാമത്തെ മസ്അല. രണ്ടാമത്തെ മസ്അല, അള്ളാഹു തആല അള്ളാഹുവിന് ഇബാദത്തിൽ മറ്റൊരുത്തനെ പങ്കു ചേർക്കുന്നതിന് അള്ളാഹു ഇഷ്ടപ്പെടുന്നതില്ല. അത് മലക്കിനെയും ഇബാദത്ത് എടുക്കാൻ പാടില്ല, പ്രവാചകനെ പോലും ഇബാദത്ത് എടുക്കാൻ പാടുള്ളതല്ല. വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇബാദത്ത് ഇന്ന് പല ആളുകളും ഇതൊക്കെ തെറ്റിച്ചിട്ടാണ് ജീവിക്കുന്നത്. ഇബാദത്ത്, പ്രാർത്ഥന, യഥാർത്ഥത്തിൽ പ്രാർത്ഥനയാണല്ലോ ഏറ്റവും വലിയ ഇബാദത്ത്. ആ പ്രാർത്ഥന ഇന്ന് അള്ളാഹു അല്ലാത്ത അള്ളാഹുവിന്റെ പ്രവാചകന്മാരോടും ഔലിയാക്കന്മാരോടും അതുപോലെ തന്നെ മറ്റുള്ള ആളുകളോടൊക്കെ പ്രാർത്ഥിക്കുന്നതായിട്ട് ഇന്ന് വളരെ വ്യക്തമായിട്ടുള്ള കാലമാണ് ഇന്ന്. നമ്മളുടെ പിന്നെ വലിയ ശൈഖന്മാർ തന്നെ പറഞ്ഞു, അവരുടെ നോളേജ് സിറ്റിയുടെ പ്രവർത്തനം മുടങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു? ബദരീങ്ങളോട് പ്രാർത്ഥിച്ചു. ഞങ്ങൾ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ബദരീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് എന്തായത്, ഞങ്ങളുടെ പ്രയാസങ്ങൾ തീർന്നത്. അപ്പൊ എന്തായി? പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്ന കക്ഷികളാണ് എന്ന് പറയുന്നത് ഞങ്ങൾ ആരെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന്? അള്ളാഹു അല്ലാത്ത ബദരീങ്ങളെ. ഇത് നിത്യമായി ജീവിതത്തിൽ കാണുന്നതാണ്. പല പ്രയാസങ്ങൾ വരുമ്പോൾ ആളുകൾ ഇന്ന് പടച്ചവനല്ല വിളിക്കുന്നത്, അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെയാണ് വിളിക്കുന്നത്. പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത്, പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് അവർ ഓടിച്ചെന്നത് എവിടേക്കാണ്? മക്ബറകളിലേക്കാണ്. ഇതൊക്കെ മനുഷ്യർ ചെയ്യുന്ന ഏറ്റവും വലിയ അപകടമാണ്. അതാണ് അള്ളാഹു തആല പറഞ്ഞത്, വമൻ യഅസില്ലാഹ വറസൂലഹു വയതഅദ്ദ ഹുദൂദഹു യുദ്ഖിൽഹു നാറൻ ഖാലിദൻ ഫിഹാ വലഹു അദാബുൻ മുഹീൻ. ആര് അള്ളാഹുവിനും അവന്റെ റസൂലിനും തെറ്റ് ചെയ്യുന്നുവോ അവൻ നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. അവന് വലിയ തെറ്റുണ്ട്, അവന് വലിയ പാപമുണ്ട്, ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞു. വമൻ യഅസില്ലാഹ വറസൂലഹു ഫഇന്ന ലഹു നാറ ജഹന്നമ ഖാലിദീന ഫീഹാ അബദ. ആര് അള്ളാഹുവിന് തെറ്റ് ചെയ്യുന്നുവോ, പ്രവാചകനെ ധിക്കരിക്കുന്നുവോ അവന് അള്ളാഹു ശക്തമായ നരകത്തിൽ, എന്നെന്നും നരകത്തിൽ അള്ളാഹു അവനെ പ്രവേശിപ്പിക്കുന്നതാണ് എന്ന് പറഞ്ഞു. അതുപോലെ റസൂലുള്ളാഹി പറഞ്ഞു, വമൻ അസാനി, എനിക്ക് ആര് തെറ്റ് ചെയ്തുവോ ദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് രണ്ടാമത്തെ മസല. അള്ളാഹു തആല എന്ത് ചെയ്യുകയില്ല? അള്ളാഹുവിന്റെ ഇബാദത്തിൽ മറ്റൊരുത്തനെ പങ്കു ചേർക്കാൻ അള്ളാഹുവിന് ഇഷ്ടമില്ല. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യത്തെ അള്ളാഹു ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, അള്ളാഹുവിന്റെ അടിമകൾക്കും ഇഷ്ടപ്പെടുന്നില്ല. ഷിർക്ക് പടച്ചവൻ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. ആ ഷിർക്ക് ചെയ്യാൻ അള്ളാഹു ആർക്കും ഇഷ്ടപ്പെടുന്നില്ല, അള്ളാഹുവിന്റെ അടിമകൾക്കും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. മൂന്നാമത് നമ്മൾ പഠിച്ച മസല എന്താണ്?
ആരെങ്കിലും അള്ളാഹുവിനും റസൂലിനും വഴിപ്പെടുന്നവരായാൽ, അങ്ങനെ വഴിപ്പെടുന്നവരാണ് എങ്കിൽ അങ്ങനെയുള്ള ആൾക്ക് എന്ത് പറ്റൂല? അള്ളാഹിനെയും റസൂലിനെയും ധിക്കരിക്കുന്ന ശത്രുത പുലർത്തുന്ന ആളുകളോട് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? മുവാലാത്ത്, കൂട്ടുബന്ധം പാടുള്ളതല്ല, സ്നേഹം പാടുള്ളതല്ല. മാനസികമായി അവരോട് പിന്നെ എതിർപ്പ് തന്നെ വേണം. മാനസികമായെങ്കിലും അവരോട് വെറുപ്പ് വേണം. അത് നമ്മുടെ കുടുംബത്തിലെ ഉമ്മമാരാവട്ടെ, ചിലപ്പോ പിതാക്കന്മാരാവാം, നമ്മുടെ സഹോദരന്മാരാവാം, ആരോ ആവാം. ദീനിന് എതിരിൽ, ദീനിന് എതിരിൽ, അതിപ്പോ ശിർക്ക് മാത്രല്ല, അള്ളാന്റെ ദീനിനെ പരിഹസിക്കുന്ന രൂപത്തിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരിൽ നിന്നുണ്ടെങ്കിലും അവരോട് എന്ത് ചെയ്യാൻ പാടുള്ളതല്ല? കൂട്ടുകൂടും. നമുക്ക് വലുത് ഏതാണ്? അള്ളാഹുവിന്റെ മതമാണ്. ആ അള്ളാഹുവിന്റെ മതത്തിനെ ഇഷ്ടപ്പെടാത്ത ആരോടും നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല? കൂട്ടുകൂടാൻ പാടുള്ളതല്ല എന്നുള്ളതാണ്. അത് അദ്ദേഹം പറഞ്ഞു, വലൗകാന അഖ്റബ ഖരീബിൻ, ഏറ്റവും നമ്മുടെ അടുത്ത കുടുംബക്കാരാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പാടുള്ളതല്ല? കൂട്ടുകൂടാൻ പാടുള്ളതല്ല. അതിന് അദ്ദേഹം പറഞ്ഞ ആയത്ത് വളരെ വിശദമായ വലിയൊരായത്താണ്, വളരെ ശ്രദ്ധിക്കേണ്ട ആയത്താണ്. എന്ത്? അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുന്ന ഒരു ജനത താങ്കൾ എത്തിക്കുകയില്ല. എങ്ങനെ? അള്ളാഹുവിനോടും റസൂലിനോടും ശത്രുത പുലർത്തുന്നവരോട് സ്നേഹം കാണിക്കുന്നവരായിട്ട് എത്തിക്കാൻ സാധ്യമല്ല. അത് അവരുടെ പിതാക്കന്മാരാണെങ്കിലും മക്കളാണെങ്കിലും സഹോദരന്മാരാണെങ്കിലും കുടുംബക്കാരാണെങ്കിലും. ഇതൊക്കെ നമ്മുടെ സ്വഹാബത്തിന്റെ ചരിത്രം നമുക്ക് വളരെ വ്യക്തമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൂടെയുള്ളവരുടെ ജീവിതത്തിൽ അവരുടെ വിശ്വാസവും അവരുടെ പ്രവർത്തനങ്ങളൊക്കെ അവരുടെ ചരിത്രത്തിലേക്ക് ഒന്ന് പോവുകയാണെങ്കിൽ എന്താണ്? വളരെ വ്യക്തമായിട്ട് ഈ വിഷയം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ പറഞ്ഞ മസലകൾ ജീവിതത്തിൽ ഉണ്ടാവണം, പഠിക്കണം, മനസ്സിലാക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആദാ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.